നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗിൽ FC ബാഴ്സലോണ ഇന്ന് ലവാൻഡയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആവേശത്തിലാണ് ബാഴ്സയുടെ ആരാധകർ. കാരണം ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ പറ്റും. ക്യാമ്പ് നൗവിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:45 ആ മത്സരം നടക്കുന്നത്. ഇന്നലെ ഒസാസുന റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയതോടുകൂടി ഇതാ വീണ്ടും ബാഴ്സലോണയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള സുവർണാവസരം കൈവന്നിരിക്കുകയാണ്. നിലവിൽ ലാലിഗ ടേബിൾ നോക്കുക. 25 കളി 60 പോയിന്റുമായിട്ട് റയൽ നിൽക്കുന്നു. 24 കളി 58 പോയിന്റുമായിട്ട് ബാഴ്സ നിൽക്കുന്നു. ഈ കളി ബാഴ്സ ജയിച്ചാൽ ബാഴ്സക്ക് അത് 61 പോയിന്റ് സമ്പാദിക്കും. ഒറ്റ പോയിന്റിൻ്റെ ലീഡിൽ വീണ്ടും ഒന്നാം സ്ഥാനം പിടിക്കാം. അതുകൊണ്ട് തന്നെ ആവേശത്തിലാണ് ആരാധകരെന്ന് പറയാതെ വയ്യ. ഹൻസി ഫ്ലിക്ക് അതിനൊപ്പിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് ഇന്ന് ടീമിനെ കളിക്കളത്തിലേക്ക് ഇറക്കും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പ്ലേ ഓഫ് കളിക്കേണ്ടതില്ല എന്നുള്ളത് ബാഴ്സയ്ക്ക് വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഈ ടൈറ്റ് ഷെഡ്യൂളിൻ്റെ സമയത്ത് റയൽ നിരന്തരം ആഴ്ചയിൽ 2 കളി വെച്ച് കളിക്കുമ്പോൾ ബാഴ്സയ്ക്ക് ഒരു ചെറിയ ആശ്വാസം ലഭിച്ചിട്ടുള്ളത് ഗുണകരമായി തീരുന്നു എന്നർത്ഥം. ഇനി ഒരു രഹസ്യം കൂടി പറയട്ടെ. റയലിൻ്റെ വീഴ്ച ബാഴ്സയെ വലിയ രൂപത്തിൽ പ്രതീക്ഷാ നിർഭരമാക്കുന്നതിൻ്റെ ഒരു കാരണം കൂടി നോക്കുക. ഏറ്റവും ഒടുവിൽ ഇതിനു മുമ്പ് റയൽ മാഡ്രിഡിനെ ഒസാസുന പരാജയപ്പെടുത്തിയ കാലഘട്ടം, അന്ന് ചാമ്പ്യൻസ് ലീഗിൽ കിരീടം നേടിയത് FC ബാഴ്സലോണയാണ്. ഇറ്റ് വാസ് ഇൻ 2011. 2011 മാഡ്രിഡ് ഒസാസുനയോട് പരാജയപ്പെട്ടിരുന്നു. ആ സമയത്ത് ചാമ്പ്യൻസ് ലീഗ് നേടിയത് ബാഴ്സലോണയാണ്. ഇന്നിപ്പോൾ മാഡ്രിഡ് ഒസാസുനയോട് തോറ്റിരിക്കുന്നു. യെസ് വലിയ വലിയ പ്രതീക്ഷകൾ ബാഴ്സലോണ നെയ്തെടുക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.